സിനിമയ്ക്ക് പുറത്തുള്ള ഡാൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമയ്ക്ക് അകത്തുള്ള ഡാൻസ് പ്ലീസ് തിയേറ്ററിൽ ഒന്ന് കാണണം. 2 ഡാൻസ് ഉണ്ട് ആക്ച്വലി. ഒരു ക്രെഡിറ്റ് സോങ് ഉണ്ട്. ക്രെഡിറ്റ് സോങ്ങിലും പിന്നെ നമ്മളൊരു ചാമ്പ്യൻഷിപ്പ് ജയിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഒരു ആഘോഷമുണ്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ. ആ 2 ഡാൻസ് സോങ് ഉണ്ട്. ഇപ്പോൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നതിലും പകരം പല കാര്യങ്ങളും ഡൈവേഴ്സിഫൈ ചിന്തിക്കുന്നതാണോ ശ്രീശാന്തിൻ്റെ ഒരു രീതി? അല്ല, ഞാൻ കുറേ ആൾക്കാരെന്നോട് ഈ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കാരണം ഇനി എന്താണ് കൈവയ്ക്കാൻ പോകുന്നതാണ് ചോദിക്കണത്. കാരണം എത്രത്തോളം ആളുകൾ എൻ്റെ കൂടെ ഇത് സമ്മതിക്കുന്നറിയില്ല. പക്ഷേ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം മ്യൂസിക് ചെയ്യുന്നു, സ്പോർട്സ് ചെയ്യുന്നു, പഠിക്കുന്നു, ഡാൻസ്, അങ്ങനെ എന്തെങ്കിലും ടാബ്ലോ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ കേരളത്തിൽ ആ തുടക്കത്തിലുള്ള ബേസ് ശോഭന സ്കൂൾ, കോതമംഗലം, വിദ്യാരാജ വിദ്യാഭവൻ, ആലുവ, സ്പ്രിൻഡേവ്സ്, പാമ്പാക്കുട, അവിടെയെല്ലാം പഠിച്ച കാര്യങ്ങൾ. ബാംഗ്ലൂർ ഇത്തിരി സ്ട്രിക്റ്റ് ആയിരുന്നു. കാരണം നമ്മൾ ആണെങ്കിൽ അതിലായിരുന്നു. കാരണം ഇവിടെയെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ ശരിക്കും ക്ലാസ് ഭംഗിനായിട്ട് എല്ലാത്തിലും പോയി ടാബ്ലോ, ദഫ്മുട്ടെങ്കിൽ ദഫ്മുട്ട്, യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായിട്ട്. അത് മാത്രമല്ല, ഇൻ്റർ സ്കൂൾ ഫെസ്റ്റിവലിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കും. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയുടെയും ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്നെ നോ പറഞ്ഞിട്ടേ ഇല്ല. അച്ഛാ ടാബ്ലോക്ക് ചേരട്ടെ, മോൻ ചേർന്നു. അച്ഛാ പെയിൻറ്റിങ് ഉണ്ട്, ചേർന്നു. അപ്പോൾ ഒരിക്കലും എന്നോട് നോ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ആ സ്കൂൾ ടൈമിലുള്ള ബേസ് ഒരു കോൺഫിഡൻസ് വരും. ഇപ്പം നമ്മൾ ഫെയിലിയർ, അതാണ് ഒരു യങ്സ്റ്റേഴ്സിനോട് ഞാൻ കഴിഞ്ഞ തവണയും ഒരു ചെറിയൊരു ഇൻറ്ററാക്ഷനിൽ പറഞ്ഞത്, നമ്മൾ ഫെയിലിയറിനോട് ഒരിക്കലും അഫ്രൈഡ് ആവരുത്. അപ്പോൾ ലൈഫ് എവിടെ ചേഞ്ച് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ പൊളിറ്റിക്സ് ആണെങ്കിലും ആ ശ്രീശാന്ത് എന്നുള്ള വ്യക്തി ആ കഷ്ടപ്പാടുകളിൽ അനുഭവിച്ച് എനിക്ക് ഏത് സ്റ്റേറ്റിൽ ഏത് കൺട്രിയിലാണ് പോയായിരുന്നു. അങ്ങനെയല്ല, പൊളിറ്റിക്സിലല്ല, എനിക്ക് കേരള വിട്ടു പോവാം, ഇന്ത്യ വിട്ടു പോവാം, എവിടെയെങ്കിലും പോയി സെറ്റിൽ ചെയ്യായിരുന്നു വൈഫായിട്ട്. കാരണം വൈഫിൻ്റെ ഫാമിലി സൈഡിലേക്ക് എൻ്റെ ക്രിക്കറ്റിൻ്റെ ആവശ്യമേ ഇല്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു ലക്ഷറി ലൈഫ് ആവശ്യമില്ല. അവരുടെ വേറെ കംപ്ലീറ്റ് ഷിക്കാവത്തി ഫാമിലിയാണ്. അപ്പോൾ അത്രയും നല്ലൊരു ഫാമിലി ഉള്ളപ്പോൾ എപ്പോഴും പപ്പാജി അവിടുത്തെ സ്റ്റേറ്റ് മിനിസ്റ്ററാണ് BJPയുടെ. അപ്പം അദ്ദേഹം പറഞ്ഞാൽ വാ ഭോപ്പാലിന് വാ, ബിസിനസ് നോക്ക്, അത് നോക്ക്. പക്ഷെ ഞാൻ അറിയാമല്ലോ, ചേട്ടൻ ചെറുപ്പം പോലെ അറിയാണ്. അപ്പോൾ അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് സ്വന്തം മക്കളെയും ഭാര്യയും എൻ്റെ കഴിവ് വെച്ച് നോക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ്. അപ്പം അത് ശരിക്കും ഹെൽപ്ഫുള്ളായി. അതാ ഞാൻ പറഞ്ഞുള്ളൂ, എല്ലാ മേഖലകളിലും കൈവയ്ക്കുന്നതല്ല, വയ്ക്കുമ്പോൾ അത് നല്ല രീതിയിൽ ആത്മാർത്ഥമായി ചെയ്യണമെന്നൊരു ആഗ്രഹമുള്ള വ്യക്തിയാണ്. Take a step, pull the concept, flip to the script. Yes, we are the best. Kicking the flow, don't you know Bobby Joe? ഇപ്പോൾ പലപ്പോഴും ക്രിക്കറ്റിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യൻ സൈഡിൽ വരുന്ന അല്ലെങ്കിൽ കളിക്കാർക്ക് വേണ്ടത്ര ഒരു ലിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വന്ന ഒരു സപ്പോർട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് കിട്ടുന്നില്ലെന്ന് ഫീൽ വരുന്നുണ്ട്. ഞാൻ അങ്ങനെ പറയില്ല. കാരണം സൗത്തിൽ ആയതുകൊണ്ട്, ഒരു സൗത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് നമ്മളല്ലെങ്കിൽ മലയാളി ആയതുകൊണ്ട് ഇന്ത്യ കളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. കാരണം നമ്മൾ ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ ഞാൻ മാത്രമല്ല, നമ്മളിപ്പോൾ തന്നെ റൈറ്റ് നൗ സഞ്ജു, സച്ചിൻ ബേബി, RCBയുടെ എനിക്ക് തോന്നുന്നു, ഞാൻ ഇത്രയും നാൾ ഇന്ത്യ കളിച്ചിട്ടും കൂടെ വേൾഡ് കപ്പ് 2 ജയിക്കാൻ പറ്റിയിട്ട് എനിക്ക് IPL ഫൈനൽ കളിക്കാൻ പറ്റിയിട്ടില്ല. IPL ഫൈനൽ കളിച്ച് ആദ്യത്തെ മലയാളി സച്ചിൻ ബേബിയാണ്. അപ്പം അങ്ങനെ കുറേ കുട്ടികളുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ട് നമ്മുടെ ആ ചിന്തഗതി മാറ്റി നല്ലോണം പെർഫോമൻസ് കോൺസെൻട്രേറ്റ് ചെയ്ത് എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, എനിക്കാരും ഇല്ല എന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ആർക്കും എനിക്കും ബ്ലെയിം ചെയ്യാം. എന്നെ അയാൾ വിളിച്ചില്ല, ഇയാൾ വിളിച്ചില്ല, എന്തുകൊണ്ട് വിളിച്ചില്ല. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഏത് മാച്ച് കിട്ടിയാലും, ഇപ്പോൾ രഞ്ജി ട്രോഫി, ഇപ്പോൾ സഞ്ജുവിനെ എല്ലാവരും T20 പ്ലെയർ എന്ന് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഫസ്റ്റ് ക്ലാസ്സിൽ 200 അടിച്ച വ്യക്തിയാണ്. സച്ചിൻ ബേബി ഫസ്റ്റ് ക്ലാസ്സിൽ 200 അടിച്ച വ്യക്തിയാണ്. അങ്ങനെയുള്ള ക്രിക്കറ്റേഴ്സ് ഇപ്പോൾ തന്നെ ഒരു പുതിയ പയ്യൻ നമ്മുടെ ക്ലബ്ബും KSCയുടെ അക്കാഡമിയിൽ നിന്നൊരു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ് മുഹമ്മദ് അസറുദ്ദീൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അദ്ദേഹം കീപ്പർ കം ബാറ്റ്സ്മാനാണ്. അദ്ദേഹം വന്ന മാച്ചുകളിൽ 3 മാച്ചിൽ 4 ഇന്നിങ്സിൽ 350. എൻ്റെ തോരണ്ട 99. കഴിഞ്ഞ കേരള ജയിച്ച മാച്ചിൽ 99 ഔട്ടായി. കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ കുറേ പേരുടെ പേര് പറഞ്ഞിട്ടുള്ള സോറി, നിങ്ങളുടെ എല്ലാവരും അടിപൊളിയാണ്. അപ്പം നിങ്ങളുടെ ഒരിക്കലും മലയാളി അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യമില്ല. പെർഫോമൻസ് വന്നാൽ തീർച്ചയായിട്ടും ഇപ്പോൾ TC മാത്യു സാർ ഉൾപ്പെടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും കുറേ ചാനലുകൾ സഞ്ജുവിൻ്റെ പ്രശ്നം വന്നപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷനെ ഞങ്ങൾ എന്താ പറയണേ, ശിക്ഷിക്കും. എന്താണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്രിക്കറ്റേഴ്സിന് വേണ്ടി ചെയ്തത്, അല്ലെങ്കിൽ BCCIയുടെ താഴെയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. TC മാത്യു സാർ, SK നായർ സാർ, അങ്ങനെ എല്ലാവരും. SK നായർ സാർ ആയിരുന്നു ഞാൻ തുടങ്ങിയപ്പോൾ, പിന്നെ TC മാത്യു സാർ വന്നു.
ഇവരെല്ലാവരും ക്രിക്കറ്റിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഉൾപ്പെടെ കേരള ക്രിക്കറ്റ് തള്ളി പറഞ്ഞിട്ടുണ്ട് 2008 ഞാൻ മാറാൻ പോകുന്നു. അതൊക്കെ എൻ്റെ ഒരു ഇമ്മെച്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസിൻ്റെ രീതിയിൽ എനിക്ക് വേറെ സ്റ്റേറ്റിൽ പോയി കളിക്കണം എന്നുള്ളൊരു ഫ്രസ്ട്രേഷൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ പറയുകയാണ്, നമ്മളെ ഇത്രയും സഹായിച്ചൊരു അസോസിയേഷനോ നമ്മളെ ഇത്രയും സഹായിച്ചൊരു BCCO ഇല്ല. അപ്പം അവരെന്ത് ചെയ്യുന്ന ഡിസിഷൻ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അപ്പം നമ്മുടെ തെറ്റൊന്നും ഇല്ലാണ്ട് ആരും ഒരു ഡിസിഷൻ എടുക്കുന്നില്ല. അപ്പോൾ അത് അംഗീകരിച്ച് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് അതിലും ബെറ്റർ പെർഫോമൻസ് ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ അല്ല വേൾഡ് ലെവൽ വരെ കളിക്കാൻ പറ്റും. അത് തന്നെയാണ് എൻ്റെ വിശ്വാസം.